പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എരമംഗലം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയ ഷമീറ ഷാനവാസ് പത്രിക പിൻവലിച്ചു. എരമംഗലം ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി റമീന ഇസ്മായിൽ മത്സരിക്കും. സ്ഥാനാർത്ഥിത്വം നൽകാത്തതിന്റെ പേരിലാണ് CPI വിട്ടതെന്ന് പരക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതുകൊണ്ടാണ് പത്രിക പിൻവലിച്ചതെന്ന് ഷാഫി തവയിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്നുള്ള രൂപത്തിലുള്ള ഒരു വാർത്തകൾ അങ്ങനെ പ്രചരിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ട്രോളുകളൊക്കെ വന്നു. എന്നാൽ അങ്ങനെയല്ല. CPIക്കകത്തുണ്ടായിട്ടുള്ള ഈ ചില നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനത്തെ എതിർക്കുന്നതിന് വേണ്ടി, അത് തുറന്നു പറയുന്നതിന് വേണ്ടി അങ്ങനെ ആർജവം കാണിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം വന്നത്. സ്ഥാനാർത്ഥിത്വം നൽകാത്തതിന്റെ പേരിലും സ്വാർത്ഥ താല്പര്യവുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്ന് ഷാഫി തവയിൽ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ്. അത് ഇത്തരം ട്രോളുകളും ഇത്തരം ആരോപണങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൃത്യമായി അവർക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻവാങ്ങൽ. CPIയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹരിക്കപ്പെടാതെ പോയപ്പോഴാണ് പ്രതിഷേധ സൂചകമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും തുടർന്നാണ് UDF പിന്തുണയുമായി എത്തിയതെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായതുമെന്നാണ് ഷാഫി തവയിലിന്റെ വാദം. അതേസമയം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എരമംഗലം ഡിവിഷനിൽ നിന്നും റമീന ഇസ്മായിൽ മത്സരിക്കും. UDFനൊപ്പം തന്നെ പിന്തുണയുമായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി.